ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല കേട്ടോ. സോ ബാക്ക് ടു ദ ടോപ്പിക്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, രാത്രി കാലങ്ങളിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളാണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ നല്ല രീതിയിൽ വിചാരിച്ചിട്ട് വേണം ഈ ഒരു റീഡിങ് കാണാനായിട്ട്. ഇപ്പൊ രാത്രി കാലങ്ങളിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നതാണ്. അത് എപ്പോഴത്തെ എനർജി വേണമെങ്കിലും വരാം. ഓക്കെ, സോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സ് നിറയെ നിങ്ങളാണ്. ഇവിടെ നമുക്ക് ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് ഫസ്റ്റ് തന്നെ നമ്മളൊരു ഗൈഡൻസ് മെസ്സേജ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കോലോ. അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു പക്ഷേ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യമായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കാര്യം ആയിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ യഥാർത്ഥ പവറിലേക്ക് എത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ യഥാർത്ഥ പവറിലേക്ക് എത്തിച്ചേരുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ എവിടേക്കോ എന്തൊക്കെയോ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള വീട്ടുകാരായിരിക്കാം, കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്ന ആൾക്കാരായിരിക്കാം കൂടെ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പോസിറ്റീവ് ആകണം എന്ന് വിചാരിച്ചാലും ആ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരായിരിക്കാം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്നത്. കാരണം അങ്ങനെയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റെപ്പ് ഇൻ ടു യുവർ പവർ. ഓക്കെ, ഏരീസിന്റെ എനർജി കിട്ടുന്നുണ്ട്, തീയുടെ ആ ഒരു എലമെന്റ് ആണ്. അതുപോലെ ടോറസ് ആണ്, ഭൂമിയുടെ ആ ഒരു എലമെന്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ഡിറ്റോക്സിഫൈ ചെയ്യാനാണ് പറയുന്നത്. മനസ്സ് ശുദ്ധീകരിക്കാനും, മനസ്സും നിങ്ങളുടെ ചിന്തകളും നല്ല രീതിയിൽ ശുദ്ധീകരിച്ച് നിങ്ങളുടെ യഥാർത്ഥ പവറിലേക്ക് എത്തിച്ചേരുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിൽ ഒരുപാട് പ്രോബ്ലംസ് നടക്കുന്നുണ്ട്. അത് കൂടുതലും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ പറയില്ല, ഇങ്ങനെ പൊരിഞ്ഞോണ്ടിരിക്കുക എന്ന് പറയില്ലേ, ചെറുതായിട്ട് ഇങ്ങനെ പൊരിഞ്ഞോണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നവരായിട്ട് കാണിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, ഇപ്പൊ ആ പേഴ്സൺ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയി കഴിഞ്ഞാൽ ആ പേഴ്സൺ ക്ഷമിക്കാനും തയ്യാറല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ട് കാണിക്കുന്നു. ഇതിപ്പോ ഒരു ടീനേജ് പ്രണയമായിരിക്കാം, കൗമാരപ്രായത്തിലെ പ്രണയമായിരിക്കാം, ഇല്ലെങ്കിൽ ഇപ്പൊ വലിയ ആൾക്കാരായിരിക്കാം, അഡൽട്ട് ആയിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. പ്രായത്തിൻ്റെതല്ല, സ്വഭാവവും പ്രായവും തമ്മിൽ സത്യം പറഞ്ഞാൽ യാതൊരു ബന്ധവുമില്ല. എത്രയോ പ്രായമുള്ള ആൾക്കാർ ഒരു വിവരവുമില്ലാതെ പെരുമാറുന്നു, അല്ലെങ്കിൽ എത്രയോ പ്രായം കുറഞ്ഞ കുട്ടികളാണ് വളരെ പക്വതയോട് കൂടിയും ബുദ്ധിപരമായിട്ടും പെരുമാറുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സ്വഭാവ രീതികളായിക്കോട്ടെ, ചിന്താഗതികളായിക്കോട്ടെ, മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ ക്ഷമിക്കാനും പൊറുക്കാനും നിങ്ങൾക്കിടയിൽ നെഗറ്റീവായിട്ട് എന്തൊക്കെയോ നമ്മൾ പറയാം, ചീഞ്ഞ് നാറുന്നുണ്ടെന്ന് പറയില്ലേ, എന്തൊക്കെയോ ഒരു നെഗറ്റീവായിട്ട് കിടക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യണമെന്നും, അതായത് ഇപ്പോൾ ഒരു മരത്തിലിരിക്കുന്ന ഒരു ഇല, അത് പച്ച ഇലയാണ്, പിന്നെ അത് പഴുക്കും അല്ലേ, പഴുത്ത ഇലകൾ എന്ത് ചെയ്യും, കൊഴിഞ്ഞ് താഴെ വീഴും.
എന്നിട്ട് അവിടെ പുതിയ ഇല മുളയ്ക്കും അല്ലേ? അതുപോലെ ആയിരിക്കണം നമ്മുടെ ഓരോ മനുഷ്യന്റെയും മനസ്സ്. അതായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ അത് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും പ്യൂരിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്. തുറന്ന് സംസാരിക്കുന്നില്ല, പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നു, സത്യസന്ധതയിലേക്ക് വരുന്നില്ല, സത്യസന്ധമായിട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ മേ ബി നിങ്ങൾ എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ടാകാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകാം, ഓക്കെ ഫൈൻ. പക്ഷെ എവിടേക്കോ ഏതൊക്കെയോ എങ്ങനെയൊക്കെയോ ഇവിടെ ഒരു അകൽച്ച വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓൾവേസ് സ്പ്രെഡ് ലവ്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് സ്നേഹത്തോടു കൂടിയാണ്. അതായത് ഈ പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ ദൂരെയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് മേ ബി ഈ പേഴ്സൺ വിദേശത്തായിരിക്കാം, അബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി ദൂരെ ആയിരിക്കാം. സോ ദൂരെ ഇരിക്കുമ്പോൾ, അകലെ ഇരിക്കുമ്പോൾ ഈ വ്യക്തിയുടെ എനർജി വളരെയധികം സപ്പോർട്ടീവായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളെ കാണണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പൊരുത്തക്കേടുകൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി നമ്മൾ പറഞ്ഞു വന്ന ടോപ്പിക് ഇതാണെങ്കിലും ഈ പേഴ്സണ് മനസ്സ് നിറയെ നിങ്ങളോട് സ്നേഹം തന്നെയാണ്. പക്ഷേ ആ സ്നേഹത്തിന്റെ പുറമെ എന്തോ കുറച്ച് ഈഗോയിസ്റ്റിക്കും, കുറച്ച് അഹങ്കാരം, കുറച്ച് പിടിവാശി, തന്നിഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് പൊതിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. ഏറ്റവും ഉള്ളിലാണ് സ്നേഹം ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉള്ളിൽ സ്നേഹം ഇരിക്കുമ്പോൾ ആ സ്നേഹത്തിന്റെ പുറത്ത് ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റി കൂട്ടിച്ചേർക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് ആത്മാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് വരിക? അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷെ എന്തുകൊണ്ടോ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അവിടെ നെഗറ്റിവിറ്റി വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ മെഡിറ്റേഷൻ അങ്ങനെയുള്ള ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് ചെയ്യുന്നത് പ്രോപ്പറായിട്ടല്ല, നിങ്ങൾ എവിടേക്കോ മിസ്റ്റേക്കുകൾ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഒരു 100% അത് എത്തുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ യഥാർത്ഥ പവറിലേക്ക് വരാനും നിങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കാനും എന്നുള്ള ആ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശുദ്ധീകരിക്കാനുണ്ട്. നല്ല രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യണം. മന്ത്രങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യതയോടു കൂടിയും ദീക്ഷ സ്വീകരിച്ചും നോൺ വെജ് ഒന്നും കഴിക്കാതെ വെജിറ്റേറിയൻ മാത്രം കഴിച്ച് ഓക്കെ അങ്ങനെയൊക്കെ വേണം അത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ലവ് മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ സെപ്പറേഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. ഓക്കെ, അത് ചിലപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ടാകാം, പക്ഷെ അത് ആർക്കോ എന്തിനോ വേണ്ടി സംസാരിക്കുന്ന പോലെയാണ്. അതാണ് ഹേർട്ട് ടു ഹേർട്ട് കോൺവെർസേഷൻ. ഹോണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. നിങ്ങളുടെ രണ്ടുപേരുടെയും സത്യസന്ധമായിട്ടുള്ള വികാരങ്ങൾ തുറന്ന് സംസാരിക്കൂ, തുറന്ന് പ്രകടിപ്പിക്കൂ. ഇതാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ളതല്ല നിങ്ങൾ പ്രവർത്തിച്ചു വരുമ്പോൾ സംഭവിക്കും. നിങ്ങളുടെ മനസ്സിൽ സ്നേഹമായിരിക്കും, പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞു വരുമ്പോൾ അത് ദേഷ്യമായി പോണ്, അല്ലെങ്കിൽ വഴക്കായി പോണ്, ആർഗ്യുമെന്റ് ആയി പോണ്. ഓക്കെ, അതുപോലെ പാസ്റ്റ് ലൈഫ് റിലേഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് കർമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലവർക്ക് ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലവർക്ക് ഇത് പാസ്റ്റ് ലൈഫ് മുജ്ജന്മത്തിൽ നിന്നൊക്കെ വന്നിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് നെഗറ്റിവിറ്റിയും കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം.
കീപ്പ് ആൻ ഓപ്പൺ മൈൻഡ് ആണ്, മനസ്സ് തുറന്ന് വെക്കാനാണ് പറയുന്നത്. യുവർ സോൾമേറ്റ് മേ ഡിഫർ ഫ്രം യുവർ യൂഷ്വൽ ടൈപ്പ് ആൻഡ് എക്സ്പെക്ടേഷൻ. ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന പോലത്തെ ആളായിരിക്കില്ല ഈ പേഴ്സൺ. ഓക്കെ, പല കാര്യങ്ങളിലും വ്യത്യാസമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. ഓക്കെ, സോ സെപ്പറേഷൻ ആണ്, നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞിരിക്കുകയാണ്. ബട്ട് ഇപ്പോൾ സ്നേഹത്തിലാണെങ്കിൽ പോലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് ശരിയാകുന്നില്ല. എവിടേക്കോ എന്തൊക്കെയോ എന്താ പറയുക, ഒരു വിള്ളലുകൾ ഉണ്ട്. ആ വിള്ളലുകൾ പരിപൂർണമായിട്ടും അടക്കുക. ഇപ്പൊ വീടിന് ചോർച്ച ഉണ്ടെങ്കിൽ നമ്മൾ അടക്കില്ലേ, അതുപോലെ പോരായ്മകൾ മാറ്റിയിട്ട് റിലീസ് ചെയ്തിട്ട് അവിടെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.